ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എത്ര വേഗം 1000 സബ്സ്ക്രൈബേഴ്സ് ആവാം എന്നുള്ളതാണ് കേട്ടോ. ഞാനിട്ട വീഡിയോസ് എന്ന് പറഞ്ഞാൽ മിക്കതും യൂട്യൂബ് റിലേറ്റഡ് ആണ്. ഇപ്പം മുതലിടുന്ന മിക്ക വീഡിയോസും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സാണ് എൻ്റെ ഷോർട്സിൽ വന്നിട്ട് മെസ്സേജ് ഇടുന്നത്. ഞാനും കൂടെ ഉണ്ട്, എങ്ങനെയാണ് മുന്നേറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ടിപ്സും റൂൾസും ഒക്കെ എങ്ങനെയാണ് എന്നും പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വന്നത് കൊണ്ടാണ് ഷോർട്സിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് കരുതുന്നത്. ഇപ്പോൾ ഒരു 5 വീഡിയോസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ. മെയിനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് 1000 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇന്നിടുന്നത്. നേരത്തെ ഇട്ടത് 100 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാം, പെട്ടെന്ന് തന്നെ എങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് ആവാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഡൗട്ടാണ് എങ്ങനെ നമുക്ക് എൻ സ്ക്രീൻ, ഐ ബട്ടൺ, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ എങ്ങനെ വേഗം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾസ്, ടിപ്സ്, ട്രിക്സ് ഒക്കെ എന്തോ ആണ്. പിന്നെ കോപ്പി റൈറ്റ് ഇല്ല. നമുക്ക് മിക്കവർക്ക് ലോങ് വീഡിയോ ഇടുമ്പോൾ സോങ്സ് ഇടണം അല്ലേ? അപ്പം ആ സോങ്സ് കോപ്പി റൈറ്റ്, മ്യൂസിക് ഇഷ്യൂ ഇല്ലാത്ത സോങ്സ് എവിടെ നിന്ന് എടുക്കും, എങ്ങനെ ഇടണം എന്നൊക്കെ ഉള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എത്ര വേഗം നമ്മൾ വാച്ച് അവർ ഞാൻ ഇട്ടായിരുന്നു. 4000 വാച്ച് അവർ എങ്ങനെ വേഗം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഇട്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആവണം. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് എന്താണ്? 1000 സബ്സ്ക്രൈബേഴ്സാണ്. അത് എങ്ങനെ എത്ര വേഗം എടുക്കാം എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിൽ എത്രയും വേഗം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കാൻ പറ്റും. 4000 വാച്ച് അവേഴ്സ് എടുക്കുന്ന അത്രയും ലേറ്റ് ഇല്ല, അത്രയും താമസമില്ല നമ്മുടെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആക്കിയെടുക്കാം. മെയിനായിട്ട് ഷോർട്സ് വീഡിയോയിലൂടെയാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എത്രയും വേഗം നേടിയെടുക്കാൻ കഴിയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഡെയിലി 3ഉം 4ഉം ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല കണ്ടൻറ്റ്, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ്, ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ്, ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിൽ ഡ്രസ്സിൻ്റെത്, അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ ആണെങ്കിൽ അങ്ങനത്തെ ഏത് കണ്ടൻറ്റാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഒരു 5-6 വീഡിയോസ് നിങ്ങൾ മിനിമം ഒരു 4 വീഡിയോ എങ്കിലും ഡെയിലി നിങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഡെയിലി ഒരു ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്താൽ ഉറപ്പ് ഞാൻ തരാം, നിങ്ങളുടെ ചാനൽ എത്രയും വേഗം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ അനലിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇടുന്ന ഒരു ലോങ് വീഡിയോയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിടുന്ന ഒരു ലോങ് വീഡിയോയിൽ 1K വ്യൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡോളർ കയറും എന്നറിയാമോ? $1 കയറുന്നത്. അതേസമയം നമ്മൾ 1000 വ്യൂസ് ഉണ്ടെങ്കിൽ 1000 വ്യൂസ് ആണെങ്കിൽ, അതായത് 1K വ്യൂസ് ആണെങ്കിൽ $1 കേട്ടോ. തെറ്റാതിരിക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ 1000 വ്യൂസ് ആണെങ്കിൽ $1, അതായത് 86 രൂപയാണ്. 10K വ്യൂസ് ആണെങ്കിൽ 860 രൂപയാണ് കിട്ടുന്നത്. അതായത് $10. 10K വ്യൂസിന് $10 അതുപോലെ തന്നെ 860 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ 10K വെച്ചിട്ട് ഒരു 10 വീഡിയോ 10K ആണെങ്കിൽ എത്ര രൂപയായിരിക്കും 860 വെച്ച്? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ലോങ് വീഡിയോസ് ഇടണം, ഷോർട്ട് വീഡിയോസും ഇടണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് സബ്സ്ക്രൈബ് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ പറയും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങ് പോകും, പക്ഷേ അവർ നമ്മളെ വീഡിയോസ് ഒന്നും കാണത്തില്ല. ഷോർട്സ് ആയാലും എല്ലാം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും, കാണില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസിൽ യൂട്യൂബ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓണാവും. അതിൽ നമുക്ക് ബാഡായിട്ട് വരും, നെഗറ്റീവായിട്ട് വരും. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയാനും വാച്ച് അവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോസ് ഫുള്ളും കാണുന്നവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ പറയരുത് നമ്മളെ ചാനൽ തനിയെ തന്നെ റീച്ച് ആവും. കാര്യം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കാണും, അവർ കണ്ട് നമ്മുടെ ചാനൽ റീച്ച് ആവും. അല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. പിന്നെ ഷോർട്സ് 30 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സ് ഒരാൾ കണ്ടാൽ പോലും അവിടെ നമുക്ക് വ്യൂ കയറും. അപ്പം ഇങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, കൺസിസ്റ്റൻസി ആയിട്ട് അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ
ഇപ്പം 3 വീഡിയോ ആണെങ്കിൽ ഡെയിലി 3 വീഡിയോ 3 ഒരേ സമയം എല്ലാ ദിവസവും അതേ ആ ടൈം. ഇപ്പം രാവിലെ 10, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 4 മണിയാണെങ്കിൽ ഇതേ ടൈം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ലോങ് വീഡിയോ ഇപ്പോൾ ഒരു വീഡിയോ ആണ് ലോങ് വീഡിയോ രാത്രി 8:30 ആണെങ്കിൽ എല്ലാ ദിവസവും 8:30 ഇടാൻ ശ്രമിക്കണം. അപ്പോൾ പതിയെ പതിയെ നിങ്ങളെ ചാനൽ റീച്ച് ആവും, വൈറലാവും, എത്രയും വേഗം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. എന്തായാലും എല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.